ടയേർഡ് ആണെങ്കിലും ഇന്ന് എണീക്കണം, കാരണം നമ്മുടെ അവിടുത്തെ വേലയാണ്. കുറെ കൊല്ലമായിട്ട് ഞാനിവിടെ വേലൊക്കെ ഉണ്ടാവില്ല. പിന്നെ മുത്തശ്ശൻ മരിച്ച ശേഷം ആദ്യമായിട്ടാണ് ഒരു വേല ആഘോഷം. നിറച്ചപ്പൊക്കെ ആയിട്ട് കാലത്ത് തന്നെ അമ്മ ദേവിനെയും കാത്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ ചിരി മേക്സ് മൈ ലൈഫ് മച്ച് ഈസിയർ. അങ്ങനെ ദേവി വന്ന് നമ്മളൊക്കെ അനുഗ്രഹിച്ചു പോയി. ഈവനിങ് ആയപ്പോൾ വേല കാണാൻ എന്തായാലും പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാനും അമ്മയും കൂടി പകുതി ദൂരം ഓട്ടോയിൽ പോയി. എന്ത് രസമായിട്ടല്ലേ അവർ അണിഞ്ഞൊരുങ്ങിയേക്കണത്. പിന്നെ ഇതാണ് എൻ്റെ അനിയന്റെ ടീം. ഇതിലെ പെമ്പിള്ളേരെ എക്സ്ട്രാ സ്ട്രോങ് ആണ്. അപ്പൊ ദേ അവിടെ നിൽക്കുന്നു നമ്മുടെ രതീഷ് ഏട്ടൻ. പിന്നെ ആസ് യൂഷ്വൽ മോഹനേട്ടൻ ഇസ് വൈബിങ്. പിന്നെ അവിടെ നമ്മൾ പാസ് ചെയ്ത് വേഗം കാവിലോട്ട് നടന്നു. അവിടെ എത്തിയപ്പോൾ ഭയങ്കര ഒരു ഡിവൈൻ ഫീലിംഗ് ആയിട്ടോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ക്യൂട്ട് ക്യാരക്ടേഴ്സിനെ ഒക്കെ കണ്ടു കേട്ടോ. നമ്മുടെ ദേശത്തിന്റെ കാളകൾ കയറുന്നത് പുറകിലൂടെയാണ് കേട്ടോ. ആ സമയത്ത് ദേവി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും എന്നാണ് വിശ്വാസം. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറക്കുന്ന ഒരു ഡിനോസറിനെ കാണിച്ചു തരാം. അപ്പോഴും തറകൾ കയറിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ചുവട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ക്യൂട്ട് കൊച്ചിനെ ഞാൻ ശ്രദ്ധിച്ചത്. ആൾക്കൊരു പിടുത്തം ഉണ്ടാവില്ല അല്ലെ ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഇതാണ് നമ്മുടെ ദേശക്കാള. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കാള എന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും എന്റെ അനിയന്റെ ടീമും വന്നു കേട്ടോ. പിന്നെ അവന്റെ അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു, ടച്ച് സ്റ്റെപ്സ് ഓൺലി. ഇത്തവണ ദേവിയുടെ അവിടെ പോയി വേല കാണാൻ പറ്റിയാലും ഞാൻ ഭയങ്കര